പല്ലികൾ ഒരു തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പല്ലികൾ ഉണ്ടെങ്കിൽ വീട്ടിൽ വേറെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊന്നും ഉണ്ടാവില്ല, മഴപ്പാറ്റ പോലെയുള്ള പാറ്റയൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മളിൽ പലർക്കും പല്ലിയെ പേടിയും അറപ്പും ഒക്കെയാണ്. ഈ ഒരു പല്ലിയെ തുരത്താനുള്ള 10 വഴികളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വഴിയാണ് മുട്ടത്തോട്. ഈ ഒരു മുട്ടത്തോട് നമ്മളെ ഉപയോഗം കഴിഞ്ഞ ശേഷം വലിച്ചെറിയാതെ പല്ലികളെ ധാരാളമായിട്ട് കണ്ടുവരുന്ന സ്ഥലത്തൊക്കെ വെക്കുക. ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണമാണ് പല്ലികൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ പല്ലികളെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് മുട്ടത്തോട് വെക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് പുകയിലയും കാപ്പിപ്പൊടിയും വെച്ചിട്ടുള്ളൊരു വഴിയാണ്. പുകയില കാപ്പിപ്പൊടിയും സമം എടുത്ത ശേഷം പുകയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ടിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് പല്ലികളെ നമ്മൾ എവിടെയൊക്കെയാണോ കാണുന്നത്, സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ, അവിടെ അങ്ങ് ഈ ഒരു ബോൾസ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കഴിച്ച ശേഷം പല്ലികൾ ചത്തു പോവുകയാണ് ചെയ്യുക. പല്ലികളെ കൊല്ലാനൊന്നും ആഗ്രഹമില്ലാത്തവർക്ക് ഈ ഒരു മാർഗം വിട്ടേക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു വഴി എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളീൻ്റെ സ്മെല്ല് നമുക്ക് മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്ത പോലെ തന്നെ പല്ലികൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പല്ലികളെ കണ്ടുവരുന്ന സ്ഥലത്തൊക്കെ വെളുത്തുള്ളി ഒന്ന് ഇതളായിട്ട് വെച്ച് കൊടുത്താൽ മതി. അതല്ല എങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ. അടുത്തൊരു വഴി സവാള വെച്ചിട്ടാണ്. സവാള നമ്മുടെ വാതിൽ, ജനൽ തുടങ്ങിയ സ്ഥലത്തൊക്കെ മുറിച്ചിട്ട് ഒന്ന് കഷ്ണം വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്തേക്ക് പല്ലി വരില്ല. അതല്ല എങ്കിൽ ഇത് മുറിച്ചിട്ടൊന്ന് ജ്യൂസ് ആക്കിയിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടൊന്ന് തളിച്ച് കൊടുത്താലും മതി. രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ഗ്യാസ് സ്റ്റോപ്പ് അതേപോലെ പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഇതൊന്ന് കഷ്ണം വെച്ച് കൊടുത്താലും മതി. അടുത്തൊരു വഴി എന്ന് പറയുന്നത് തണുത്ത വെള്ളമാണ്. കാലാവസ്ഥാ വ്യതിയാനം വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു ജീവിവർഗം തന്നെയാണ് നമ്മുടെ ഈ ഒരു പല്ലി. ഇവറ്റെ ഞങ്ങളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ടൈമിൽ അതിന് പിന്നെ ചലിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിനെ നമുക്ക് എടുത്ത് കളയോ അല്ലെങ്കിൽ കൊല്ലോ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്തൊരു വഴി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു വഴിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മയിൽപ്പീലിയാണ് വേണ്ടത്. പല്ലികൾക്ക് പണ്ടേ പക്ഷികളെ ഭയങ്കര ഭയമാണ്. അവറ്റകളുടെ ആജന്മ ശത്രു എന്ന് പറയുന്നത് തന്നെ പക്ഷികളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മയിൽപ്പീലി എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞാനിവിടെ കുറേ മയിൽപ്പീലി ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റൊരു പല്ലിയും ഇല്ല കേട്ടോ. അടുത്തൊരു വഴി എന്ന് പറയുന്നത് കുരുമുളകാണ്. കുരുമുളക് സ്പ്രേ, ഇങ്ങനത്തെ പൊടിച്ച കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് പല്ലിനെ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ ഒരു എരിവ് കാരണം പിന്നെ ഒരു പല്ലി ഈ ഒരു ഭാഗത്തേക്കേ വരത്തില്ല. അടുത്തൊരു വഴി എന്ന് പറയുന്നത് നാഫ്തലിൻ ഗുളികയാണ്. നാഫ്തലിൻ ഗുളിക ഒന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പല്ലി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം നമുക്കറിയാലോ, ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തൊരു വഴി എന്ന് പറയുന്നത് പൂച്ചയെ വളർത്തുകയാണ്. പൂച്ചേനെ കണ്ടാൽ പിന്നെ പല്ലിയിൽ ഒരു ഭാഗത്തേക്കേ വരത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ.